സർക്കാർ ആർഭാടം തുടരുന്നതിനിടെ പരീക്ഷ നടത്തിപ്പിൽ പണമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ്. SSLC +2 ക്ലാസുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാതെ ബദൽ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി ഉത്തരവ് പുറത്തിറക്കി. സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾക്കായുള്ള PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ അനുമതി നൽകിയാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, ഒരുപക്ഷെ ഇത്തരമൊരു ഉത്തരവ് പുറത്തു വരുമ്പോൾ അത് ഒരുപക്ഷെ എങ്ങനെ ഇനിയുള്ള ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. വിഷ്ണു, SSLC +2 ക്ലാസുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാത്ത സാഹചര്യത്തിലാണ് സ്കൂളുകളുടെ നിത്യ ചിലവിനുള്ള ഫണ്ട് ഉപയോഗിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിട്ടുള്ളത്. നമുക്കറിയാം, സംസ്ഥാനം കനത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പല ഘട്ടങ്ങളിലും സംസ്ഥാനത്തിന് മതിയായ പണം ഉപയോഗിക്കാനില്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിലും ഇത്തരത്തിലൊരു രൂക്ഷമായ പ്രതിസന്ധി വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് ഹയർ സെക്കൻഡറി +2, IT തുടങ്ങിയ മേഖലകളിൽ ഈ പരീക്ഷ നടത്താൻ ഫണ്ടില്ലാത്തതിനാൽ ചിലവിന് അനുവദിച്ചിട്ടുള്ള തുക ഉപയോഗിക്കാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അതുപോലെ തന്നെ സ്കൂളുകളിലെ ദൈനംദിന ചിലവുകൾക്കായുള്ള PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാനാണ് പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ഉത്തരവിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് പരീക്ഷാ നടത്തിപ്പിൽ VHSക്ക് 11 കോടി രൂപയും SSLC IT പരീക്ഷയ്ക്ക് 12 കോടിയും ചിലവായിരുന്നു. 2022-ലാണെങ്കിൽ 23 അധ്യയന വർഷത്തിലാണെങ്കിൽ വ്യക്തമാണ്. വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.